നാം ഇന്ന് പറയുന്നത് ഇൻക്രിമെൻ്റൽ മോഡലിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഇൻക്രിമെൻ്റൽ മോഡൽ എന്ന്? വാട്ടർഫാൾ മോഡൽ, സ്പൈറൽ മോഡൽ, വി മോഡൽ, അങ്ങനെ 3 മോഡൽ നമ്മൾ മുന്നേ പറഞ്ഞതാണ്. ഇനി അടുത്ത് പറയാനുള്ളത് ഇൻക്രിമെൻ്റൽ മോഡലിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഇൻക്രിമെൻ്റൽ മോഡൽ എന്ന് നമുക്ക് നോക്കാം. ഇൻക്രിമെൻ്റൽ പ്രോസസ് മോഡൽ. ഇതാണ് ഇൻക്രിമെൻ്റൽ പ്രോസസ് മോഡലിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. വാട്ടർഫാൾ മോഡലിൻ്റെ പോലെ തന്നെയാണ് വരുന്നത്. ഒറ്റൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരേ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസുകൾ, അതായത് ഒരേ പ്രോസസ് മോഡൽ റിപ്പീറ്റ് ചെയ്ത് വരും. അത് എപ്പോഴാണോ നമ്മുടെ പ്രൊജക്റ്റ് ഫുൾഫിൽ ചെയ്യുന്നത് അവിടെയാണ് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഇൻക്രിമെൻറ്റ് 1, ഇൻക്രിമെൻറ്റ് 2, ഇൻക്രിമെൻറ്റ് n, അപ് ടു ഇൻക്രിമെൻറ്റ് n, അങ്ങനെയാണ് പോകുന്നത്. വാട്ടർഫാൾ മോഡൽ പോലെ തന്നെയാണ്. ഫസ്റ്റിലെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷനാണ്, നെക്സ്റ്റ് പ്ലാനിങ് ആണ്, മോഡലിങ്, കൺസ്ട്രക്ഷൻ, ഡിപ്ലോയ്മെൻറ്റ്, അങ്ങനെ തന്നെയാണ് പോകുന്നത്. എന്നാൽ വ്യത്യാസം ഒന്ന് മാത്രമേ ഉള്ളൂ, ഇറ്ററേറ്റീവ് ആണ് എന്നത്. വാട്ടർഫാൾ മോഡലും ഇറ്ററേറ്റീവ് നാച്ചറും കൂടി ചേർന്നാണ് നമ്മുടെ ഇൻക്രിമെൻ്റൽ മോഡൽ എന്ന് പറഞ്ഞാൽ. ആ പേര് തന്നെ ഉണ്ട്, ഇൻക്രിമെൻറ്റ്സ്. ലീനിയർ സീക്വൻസ് ആണ് പറയുന്നത് ഇൻക്രിമെൻറ്റ്സ് എന്ന്. അതായത് ഇതൊരു സീക്വൻസാണ്, ഇതൊരു സീക്വൻസാണ്, ഇതൊരു സീക്വൻസാണ്. ഇങ്ങനെ ഈ ഓരോ സീക്വൻസിനെയാണ് ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റത്തെ ഇൻക്രിമെൻറ്റ്, സെക്കൻഡ് ഇൻക്രിമെൻറ്റ്, ഇങ്ങനെ പോയി ഇത് nth ഇൻക്രിമെൻ്റ് ആണ്. ഇതോടുകൂടി പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഇൻക്രിമെൻ്റ് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്, അതേ പ്ലാനിങ് ആണ്. അത് ഓരോന്നിലും അതുപോലെ തന്നെയാണ് വരുന്നത്. നമ്മളുടെ ഒരു പ്രൊജക്റ്റ് വർക്ക് ആകുമ്പോൾ അതിൽ ഒന്നിൽ കൂടുതൽ മോഡ്യൂളുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു മോഡ്യൂൾ തന്നെ ഒരു മോഡ്യൂൾ മാത്രം നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റത്തെ സ്റ്റേജിൽ ചെയ്യാം. ഒരു മോഡ്യൂൾ കംപ്ലീറ്റ് ആക്കി അതിൻ്റെ ഡിപ്ലോയ്മെൻറ്റ് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ അടുത്ത ഇൻക്രിമെൻറ്റിൽ അടുത്ത മോഡ്യൂൾ, അങ്ങനെയൊക്കെ. അത് ഒരു മോഡ്യൂൾ മറ്റൊരു മോഡ്യൂളുമായിട്ട് ആശ്രയിക്കാത്ത രൂപത്തിൽ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ ഈ ഒരു മോഡലിൽ, അതായത് ഇൻക്രിമെൻ്റൽ മോഡൽ ചെയ്യാൻ കഴിയും. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാതും കംപ്ലീറ്റ് ആക്കാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. ആവശ്യാനുസരണം മാറ്റങ്ങൾ വരുത്താം, അതും കഴിയും. കാരണം മറ്റൊരു മോഡൽ, സാധാരണ ഒരു വാട്ടർഫാൾ മോഡലാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞു, പിന്നെ പ്ലാനിങ്, അത് കഴിഞ്ഞാൽ പ്ലാനിങ് കഴിഞ്ഞു, ദെൻ അങ്ങനെയാണ് മോഡലിങ്, കൺസ്ട്രക്ഷൻ, ഡിപ്ലോയ്മെൻറ്റ്, അതോടുകൂടി പ്രോസസ്സ് അവസാനിച്ചു. അതേസമയം ഇതാണെങ്കിൽ നമുക്ക് വരുന്ന മാറ്റങ്ങൾ അടുത്ത ഇൻക്രിമെൻറ്റിൽ നമുക്ക് വേണമെങ്കിൽ വരുത്താം. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇതിൽ ഓരോന്നിന് ഏതൊക്കെ 5 ടേമുകൾ നമ്മളിവിടെ സൈഡിൽ ഗ്രാഫിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 5. ഒന്ന് കമ്മ്യൂണിക്കേഷൻ, പ്ലാനിങ്, മോഡലിങ്, കൺസ്ട്രക്ഷൻ, ഡിപ്ലോയ്മെൻറ്റ്. ഈ 5 എണ്ണം ആണ് നമ്മുടെ ഈ ഓരോ ഇൻക്രിമെൻറ്റിലും വരുന്ന 5 എണ്ണം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻറ്റ് ഡെലിവേറീസ് ആർ ഐഡൻറ്റിഫൈഡ് എന്നാണ് സ്പെല്ലിങ് എത്തിപ്പോയതാ. ഡെലിവറീസ് ആർ ഐഡൻറ്റിഫൈഡ്, അതായത് നമുക്ക് ഒരുപാട് വ്യത്യസ്തങ്ങളായ മോഡുകൾ വ്യത്യസ്തങ്ങളായിട്ട് തന്നെ ഡെലിവർ ചെയ്യാൻ ഇതിൽ കഴിയുമെന്നുള്ളതാണ്. പിന്നെ വർക്ക് ഫ്ലോ എന്നുള്ള ലീനിയർ മാനറിലാണ്. നമുക്ക് ചിത്രം കണ്ടാൽ തന്നെ അറിയാൻ പറ്റും വർക്ക് ഫ്ലോ എന്ന് പറയുന്നത് ലീനിയർ ആയിട്ടുള്ള സ്ട്രക്ചറാണ് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ ഡെലിവറി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇൻക്രിമെൻറ്റ് വഴി ഓരോന്നും ഓരോ ഇൻക്രിമെൻ്റ് ആയിട്ടാണ് വരുന്നത്. ഓരോന്നും ഫസ്റ്റ് മോഡ്യൂളും സെക്കൻഡ് മോഡ്യൂൾ അങ്ങനെ ആവാം ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ ആവണം നിർബന്ധമില്ല, അത് അഡ്വാൻസ്ഡ് ആക്കി ചെയ്യാം, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതാണ് ഇൻക്രിമെൻറ്റ് മോഡലിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ ഏത് മോഡലായാലും അത് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാവുക. വാട്ടർഫാൾ മോഡലിനോട് കമ്പയർ ചെയ്യാൻ നമുക്ക് വി മോഡൽ, കാരണം അതിൻ്റെ വേരിയേഷൻ അതുകൊണ്ട് തന്നെ വി മോഡൽ. പിന്നെ സ്പൈറൽ മോഡലിനും വാട്ടർഫാൾ മോഡലിനും ബന്ധമുണ്ട്. എന്നാൽ എന്താണ് വ്യത്യാസം? അതുപോലെ തന്നെയാണ് ഇൻക്രിമെൻ്റൽ മോഡലും വാട്ടർഫാൾ മോഡലും വളരെ ബന്ധമുണ്ട്. പക്ഷേ എന്താണ് ഇതിൻ്റെ ഡിഫറൻസ്? വാട്ടർഫാൾ മോഡലിൽ നിന്ന് ഇൻക്രിമെൻ്റൽ മോഡലിനുള്ള പ്രത്യേകത എന്താണ്? അങ്ങനെ മനസ്സിലാക്കുമ്പോൾ മാത്രമാണത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അത്രയും മാത്രമേ ഇൻക്രിമെൻ്റൽ മോഡലിൽ പറയുന്നുള്ളൂ.